ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മളപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു വ്ളോഗാണ് എടുക്കുന്നത്. മൂന്നാൾ റെഡിയായി പോകുന്നു. ഇതാണ് നമ്മളെ സ്വന്തം കട. ഈ കടയിൽ നിന്നാണ് നമ്മളെല്ലാ സാധനങ്ങളും വാങ്ങൽ. അപ്പോൾ മൂന്നും സംസാരിച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകുന്നതാണ്. ഈ റോഡിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് പോക്ക്. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. എമ്മീച്ച് രാവിലെ എടുത്ത വീഡിയോ എല്ലാം ഒന്ന് കാണുന്നതിനു നമ്മളെ റീൽസാണ് പുതിയ, അത് വേഗം തന്നെ വരുന്നതായിരിക്കും. ഇതാണ് ഇവിടുത്തെ നല്ലൊരു സ്കൂളാണ്. ഇതുപോലത്തെ സ്കൂൾ ഞാൻ കണ്ടിട്ടേ ഇല്ല. അടിപൊളി സ്കൂളാണ്. നല്ല നെല്ലിക്കമരവും അതിലുള്ള അടിപൊളി സെറ്റാണ് ഇവിടെ. പിള്ളേർക്ക് കളിക്കാൻ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഒന്ന് കയറി കളിക്കാൻ നമുക്കും തോന്നും. അത്രയും അടിപൊളിയാണ് ഈ സ്കൂള്. ഈ നെല്ലിക്ക മരത്തുനിന്ന് എപ്പം ഒരു നെല്ലിക്ക കിട്ടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. കുറേ ഉണ്ട്, പക്ഷേ ഒന്നും റോഡും മേലെ വീഴല്ല. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമ്മളെ ഹോസ്പിറ്റലാണ്. ഇവിടുന്ന് കുറച്ച് കടക്കാനുണ്ട്. ഹൈവേ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നടന്നിട്ട് പോകണം. ഇപ്പോൾ ഇതിലെ വണ്ടിയൊന്നും പോകുന്നില്ല, അതുകൊണ്ട് നമ്മളിത് തുള്ളുക ചെയ്യുക. ഇങ്ങനെ തുള്ളാൻ പാടില്ല, നിയമെല്ലാം കുറച്ചുകൂടി കഴിഞ്ഞാൽ വരും. അതുവരെ തുള്ളെല്ലാം നടക്കും. പിന്നെ വണ്ടിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. വണ്ടീൻ്റെ അകത്ത് തന്നെ പോകേണ്ടി വരും. ഓരോരുത്തരായി തുള്ളുന്നതാണ്. നടുക്കൂട്ട രണ്ട് സ്ഥലത്തോട്ട് വണ്ടി പോകില്ല. ഇപ്പുറത്തെ സൈഡിൽ നിന്നും അപ്പുറത്തുനിന്ന് മാത്രമേ വണ്ടി ഇപ്പം നിലവിൽ പോകുന്നുള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ തുള്ളിയെല്ലാം പോവും. കുറച്ച് പാടാന്ന് തുള്ളാൻ, എന്നാലും നമ്മൾ തുള്ളിയിട്ട് പോകും. നടക്കാൻ മടിയായതുകൊണ്ടല്ലേ, പിന്നെ അങ്ങ് നടന്ന് പോയിട്ട് വേണം ഇതാക്കാൻ. ഇതിലൊന്നും വണ്ടി പോകുന്നില്ല, രണ്ട് സൈഡിൽ നിന്ന് മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലം തുള്ളാൻ പോകുന്നതാണ് ഇത്. ഇങ്ങനെ രണ്ട് സ്ഥലം തുള്ളിയിട്ട് വേണം നമുക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകാനെത്താൻ. എച്ച് തുള്ളി, തൃശ്ശൂർ തുള്ളി, എന്നിട്ട് മൂന്നാമത് ഞാനും തുള്ളി. അതിൻ്റെ ഇടയ്ക്ക് കാരെല്ലാം തുള്ളി പോകുന്നുണ്ട്. കയ്യിലും പിടിച്ചിട്ട് നമ്മൾ പോകുക. ഹൈവേ ആയതുകൊണ്ട് വണ്ടി വരുന്നതുകൊണ്ട് അതിലേ പോകാൻ ഭയങ്കര പടാ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട്. ഇപ്പം ആരും വന്നിനൊന്നുമില്ല. എല്ലാവർക്കും 9 മണിക്കാണ് ഡ്യൂട്ടി. നമ്മൾ പിന്നെ ഇതിൻ്റെ അടുത്തായതുകൊണ്ട് നേരത്തെ വരുന്നതാണ്. നമുക്കെന്നാൽ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇതാണ് നമ്മളെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട്. നമ്മളങ്ങനെ കയറി പോകുമ്പോൾ തന്നെ ഈ വ്യൂ ആണ് കാണാം. നമ്മളെ സെറ്റ് ഹോസ്പിറ്റലാണ്, അടിപൊളിയാണ്. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. എല്ലാവരും വരണം. നമ്മൾ പഞ്ചൊക്കെ ചെയ്ത് നമ്മളെ പ്രൊസീജിയർ റൂമിൻ്റെ ചാവി കളക്ട് ചെയ്യുന്നതാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോ ചാവി ഉണ്ട്. അതെല്ലാം കളക്ട് ചെയ്തിട്ട് വേണം പോവാൻ. അങ്ങനെ നമ്മളെ ചാവിയൊക്കെ കളക്ട് ചെയ്തു. ഇനി നമുക്ക് മേലോട്ട് പോവാം നമ്മളെ സ്ഥലത്തേക്ക്. അങ്ങനെ ലിഫ്റ്റിന് വേണ്ടി കാത്തുനിന്ന് ലിഫ്റ്റ് ഇറങ്ങി വന്നു. ഇതാണ് എൻ്റെ പ്രൊസീജിയർ റൂം. ഞാനത് അൺലോക്കാക്കുന്നതാണ്. അൺലോക്കാക്കി അകത്ത് കയറി ഇനിയെല്ലാം ഒന്ന് സെറ്റാക്കുകയെല്ലാം വേണം. അതിൻ്റെ പരിപാടിയിലേക്കാണ്. അത് കഴിഞ്ഞു. പിന്നെ എല്ലാവരും വെള്ളം കുടിക്കണം. വെള്ളം മസ്റ്റാണ്. എനക്കും ഭയങ്കര മസ്റ്റാണ്. അതുകൊണ്ട് വെള്ളം എടുക്കാൻ പോകുന്നതാണ്. വെള്ളം എടുത്ത് രാവിലെ നിറച്ച് വെക്കും. പിന്നെ നമുക്ക് രാവിലെ ഒരു ക്ലാസ് ഡെയിലി ടിപ്സ് എല്ലാം ഉണ്ടാവും. അതിന് വേണ്ടി പോകുന്നു. കുറച്ചാളെ വന്നേ ഉള്ളൂ. 9 മണിക്കാണ് തുടങ്ങുക. പിന്നെ ഇന്നൊരു പെണ്ണിൻ്റെ എൻഗേജ്മെൻറ്റ് ഫിക്സാക്കി. ഓള വകയാണ് സ്വീറ്റ്സ്. അങ്ങനെ തിരിച്ചെത്തി. ഇനി പിന്നൊരു ദിവസം കാണാം. ബൈ ഗായ്സ്.